ഹായ്. സഹോദരങ്ങളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇത് എൻ്റെ ഒരേ ഒരു പെങ്ങളാണ്. ഞങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളായിരുന്നു. അതിൽ രണ്ടാമത്തെവരാണ് ഞങ്ങൾ, മൂന്നാമത്തെ. ഞങ്ങളുടെ മൂത്ത ഒരു ജ്യേഷ്ഠനുണ്ട്. ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ജനിച്ചത് കേരളത്തിലല്ല. ഞങ്ങൾ ജനിച്ചത് ഒറീസയിലാണ്. ഞങ്ങളുടെ ജന്മനാട് ഒറീസയിലാണ്. കേരളത്തിൽ വന്നതിന് ശേഷം ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. ദൈവം ഒരുപാട് പ്രവർത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികളുടെ വർണ്ണന നടത്തിയാൽ അത് അവസാനിക്കത്തില്ല. അതുപോലുള്ള പ്രവർത്തികൾ ദൈവം ചെയ്തിട്ടുണ്ട്. ദൈവവചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇന്നത്തെ ആത്മീയ അന്തരീക്ഷത്തിൽ പല കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, അതിൻ്റെ ആഴങ്ങളെ അന്വേഷിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചൻ, ഞങ്ങളുടെ അപ്പൻ്റെ അപ്പൻ നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ഞങ്ങൾ കരുതുന്നു. എന്തായാലും ഞങ്ങളുടെ പപ്പായും മമ്മിയും ഒക്കെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അദ്ദേഹം ഈ വേർപെട്ട ഒരു രീതി വന്നില്ലെങ്കിലും അദ്ദേഹം പള്ളിയിൽ ഒരു കപ്പ്യാർ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അദ്ദേഹവും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി തന്നെ നിൽക്കുകയാണ്. അതായത് ഞങ്ങൾ 3 മക്കൾക്കും ആ കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കാനൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ 1-2 കാര്യം എൻ്റെ പെങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ ഉപവാസ പ്രാർത്ഥനയെ പറ്റി എന്താ നിൻ്റെ അഭിപ്രായം? നമ്മൾ ഉപവസിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. എന്താ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നതുകൊണ്ട് വേദോത്സവത്തിൽ നമ്മൾ കാണാറുണ്ട് ഉപവാസം. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഉപവസിക്കുക എന്ന് പറയുന്നത് ശരിക്കും ആവശ്യമുണ്ടോ? ഉപവാസം കൊണ്ട് എന്താണ് ഗുണം? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ബോധ്യം എന്താണ്? നമ്മളിപ്പം വിശ്വാസത്തിൽ നിൽക്കുന്നു. നമ്മുടെ ഒരു വിചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒന്നിനാലും ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പം നമുക്കൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ മേലൊരു വിടുതലുണ്ടെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഉപവസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഞാനും പലപ്പോഴും ഉപവസിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു വിഷയം വരുമ്പോൾ, ഒരു രോഗം വരുമ്പം പെട്ടെന്ന് ഞാനും ചിന്തിക്കാറുണ്ട്, കർത്താവേ എൻ്റെ കുറവാണല്ലോ, അപ്പം ഞാൻ ഉപവസിക്കാം. അപ്പോൾ ഉപവാസത്താൽ ദൈവം എനിക്കതിൽ നിന്നൊരു വിടുതൽ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരിയാണ്, ഉപവസിക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്, ഗുണമില്ലാഴികയല്ല. നമ്മുടെ ഡോക്ടർമാർ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപവസിക്കുമ്പോൾ ഡൈജഷൻ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ഈ ലോക ജീവിതത്തിൽ ഈ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മളിങ്ങനെ വിശന്നിരുന്ന് ശരീരം ദണ്ണിപ്പിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അതിന്മേൽ പ്രസാദിച്ചിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? ആണെങ്കിൽ ആ ദൈവം ഒരു സാഡിസ്റ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടണമെങ്കിൽ ഒരു മെമ്മോറാണ്ടം കൊടുക്കുന്നു, കിട്ടുന്നില്ല, വീണ്ടും ആവശ്യപ്പെടുന്നു, കിട്ടുന്നില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് നേരെ സത്യാഗ്രഹം ചെയ്യുക. അവിടെ പോയി വിശന്ന് കിടന്ന് സത്യാഗ്രഹം ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം വിശന്ന് കിടന്നിട്ട് തളർന്ന് ക്ഷീണിച്ചിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഗവൺമെൻറ്റിന് നാണക്കേടാം. അപ്പോൾ ആ നാണക്കേട് പ്രതീക്ഷിച്ചിട്ട് ഗവൺമെൻറ് അവസാനം എന്ത് ചെയ്യും? ഈ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ പോലെ യേശുവിൻ്റെ നാമത്തിലിരുന്ന് ഉപവസിച്ചു 40 ദിവസം ഉപവസിച്ച് അവസാനം നമുക്ക് വല്ലതും പറ്റിയ യേശുവിന് നാണക്കേട് വരുമല്ലോ എന്ന് പേടിച്ചിട്ട് യേശു വന്ന് നമ്മുടെ കാര്യം സാധിച്ചു തരുമെന്ന് ചിന്തിക്കുന്ന ബിരുദന്മാർ വരെ നമ്മുടെ നാട്ടിലുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ നിർത്തിച്ച് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ അവിടെ കാണാൻ പറ്റും. ഇതാണോ നിങ്ങളുടെ ഉപവാസം? തലയെ വേഴത്തെ പോലെ കുനിക്കുക, വെള്ളിയിലും പിരിച്ച് കിടക്കുക, ഇതാണോ എനിക്കിഷ്ടമുള്ള നോമ്പ് ഉപവാസം എന്ന് കർത്താവ് തന്നെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല കർത്താവിൻ്റെ ഒരു കാര്യം പറയുന്നത്, എനിക്കിഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുന്നതും അനാഥനെ കണ്ടാൽ അവനെ വീട്ടിൽ ചേർക്കുന്നതും നിങ്ങളുടെ അപ്പം വിശക്കുന്നവനെ നുറുക്കി കൊടുക്കുന്നത്, ഇതല്ലേ എൻ്റെ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, മുഖത്തിൻ്റെ അമിക്കയറുകളെ പൊട്ടിക്കുക. ഈ അന്യായ ബന്ധനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉപദേശിമാരെയും നമ്മുടെ വിശ്വാസികളുടെയും ധാരണ പൈശാചിക ശക്തിയാണ്. അതല്ല, ഞാനുണ്ടാക്കിയ അന്യായമായ കാര്യങ്ങൾ ഞാൻ തന്നെ പരിഹരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. മുഖത്തിൻ്റെ അമിക്കയർ പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായ സംവിധാനങ്ങളെ ഞാൻ തന്നെ ഒഴിവാക്കണമെന്നുള്ളതാണ് വേദോത്സവം പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ ഈ പുതിയ നിയമത്തിലും നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, വേറെ ആരോടും ചോദിക്കേണ്ട, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞൊരു ഭാഗമുണ്ട്. ഒരിക്കലും ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാരാണെന്ന് തോന്നുന്നു, ഞങ്ങളും പരീശന്മാരും വളരെ ഉപവസിക്കുന്നുണ്ടല്ലോ, നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ അടുക്ക വന്ന് വലിയ ആർഗ്യുമെൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ആ ആർഗ്യുമെൻ്റ് പറയുമ്പോൾ കർത്താവ് കൊടുക്കുന്നൊരു മറുപടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് കൊടുത്ത മറുപടി ഇതാണ്: മണവാളം കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞില്ലേ. എന്നിട്ട് ഒരു കാര്യം കൂടി കർത്താവ് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് അവിടെ പറഞ്ഞു, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവിടെ കർത്താവ് പറയുന്നൊരു ഭാഗമുണ്ട്. പഴയ തുണിക്കണ്ടം ആരും എടുത്ത് പുതിയ തുണിക്കണ്ടത്തിൽ തുന്നിപ്പിടിപ്പിക്കുകയല്ല, പഴയ തുരുത്തിയിൽ ആരും പുതിയ വീഞ്ഞ് പകരത്തില്ല. അതെന്തിനാ ഉദാഹരണം അവിടെ പറഞ്ഞത്? നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഏത് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ശ്രമിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഒരു ഉദാഹരണം പറയും. അപ്പോൾ ആ ഉദാഹരണം നമുക്കറിയാം, ആ പഠിപ്പിക്കാൻ ഏത് വിഷയമാണോ ശ്രമിച്ചത് ആ വിഷയത്തിൻ്റെ
വ്യാഖ്യാനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലല്ലോ എന്ന പരാതിയുമായി വന്നവരുടെ അടുക്ക പറയുന്നത് മണവാളം കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല, മണവാളം കൂടെ ഇല്ലാത്ത സമയത്ത് വരും അന്ന് അവർ ഉപവസിക്കും എന്ന് പറയുന്നൊരു ഭാഗം അതിനോട് ചേർത്ത് കർത്താവ് പറയുന്നൊരു ഭാഗമാണ് എന്താ പഴയ തുണിക്കണ്ടം എടുത്താലും പുതിയ തുണിക്കണ്ടത്തിൽ തുന്നത്തില്ല. അത് ഞാൻ ഒരുപാട് ചിന്തിച്ചു എന്തിനാ അങ്ങനെ പറയുന്നത്. നിനക്ക് അതിനെപ്പറ്റി വല്ല ചിന്ത വന്നിട്ടുണ്ടോ? നീ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, അപ്പം ഞാൻ ചിന്തിച്ചതേ അപ്പം മണവാളം കൂടെ ഇല്ലാത്തപ്പോൾ അവർ ഉപവസിക്കുമെന്നാണല്ലോ. അപ്പം മണവാളിനിപ്പോൾ കൂടെ ഇല്ലല്ലോ, അതുകൊണ്ട് ഉപവസിക്കുമായിരിക്കും. അപ്പോൾ ശരിയാ, ഉപവസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ശരിയല്ലേ? ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ മണവാളം കൂടെ ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ഉപവസിക്കേണ്ടി വരും. ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പസ്തോലന്മാർ ഉപവസിച്ചിട്ടുണ്ട്. അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇവരെ എൻ്റെ വേലയ്ക്ക് വേർതിരിക്കുന്നു പറഞ്ഞ് പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിക്കുന്നത്. അപ്പോൾ അവർ ഉപവസിക്കല്ലേ? മുമ്പേ പറഞ്ഞല്ലോ ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ആദ്യ ബോധത്തിലെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ വ്യാധി പോകാനാണോ ഏതാ വിഷയം ഇത്രയേ ഉള്ളൂ. ഞാൻ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. ഈ ഉപവസിക്കുക എന്ന് പറയുന്നിടത്ത് കർത്താവ് അവിടെ പറയുന്ന ആ ഒരു ഉദാഹരണം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പഴയ തുണിക്കണ്ടത്തിൽ പുതിയ തുണിക്കണ്ടം ചേർത്ത് തുന്നത്തില്ല. ഇവിടെ എന്തിനാ കർത്താവ് ഈ പഴയതും പുതിയതും? കർത്താവ് ഇവിടെ രണ്ട് കാര്യം, ഒന്ന് പഴയ വീഞ്ഞ് അല്ലെങ്കിൽ പഴയ തുരുത്തി, പുതിയ വീഞ്ഞ്, ഒരു പഴയതും ഒരു പുതിയതും, ഇതിനെ മിക്സ് ചെയ്യരുതെന്നാണ് കർത്താവ്. അപ്പോൾ ഇവർ വന്ന് ചോദിച്ച വിഷയം ഇതാണ്, എന്താണ് ഞങ്ങൾ ഉപവസിക്കുന്നു നിന്റെ ശിഷ്യന്മാർ. അപ്പം ഞങ്ങളും നിന്റെ ശിഷ്യന്മാരും രണ്ടായില്ലേ? ഒന്ന് ഇവരും, ഒന്ന് ന്യായപ്രമാണത്തിലുള്ള യഹൂദന്മാരും, ഒന്ന് ഈ ഇവരും തുണിക്കണ്ടത്തിൻ്റെ കാര്യം. അപ്പം ഞങ്ങളും നിങ്ങളും എന്ന് പറഞ്ഞൊരു പ്രയോഗത്തിന് കർത്താവും പറയാണ് പഴയതും പുതിയതും ഒന്നിക്കാൻ പാടില്ല. അപ്പം എന്താണ് ഇവിടെ പഴയത്? ഇവിടെ പഴയതെന്ന് പറയുന്നത് നിങ്ങളാണ്, പുതുത് ഞങ്ങളാണല്ലോ. അപ്പം നിങ്ങൾ ഉപവസിച്ചത് എന്തിനു വേണ്ടിയാ? ഇനി ഈ ഇസ്രായേൽ മക്കളുടെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ ഉപവാസം മൊത്തം ഒന്ന് പരിശോധിച്ചേ. ഒന്നുകിൽ ആ ദേശത്ത് നിന്ന് കർത്താവിന്റെ ഒരു ശാപം അല്ലെങ്കിൽ ശിക്ഷയെന്ന് രക്ഷപ്പെടാം. ഇനി അതല്ലെങ്കിൽ പാപത്തിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി മൃഗങ്ങളെ പോലും അത് മാത്രമല്ല, ഇപ്പം വേറെ ആൾ പറയുന്നത് മോശ 40 ദിവസം ഉപവസിച്ചു. ശരി, ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മോശ എന്തിനാ ഉപവസിച്ചു? മോശ ദൈവത്തിൽ നിന്ന് ചില വൻകാര്യങ്ങൾ നേടാൻ. ഇന്നും ആളുകൾ ഇത് തന്നെ പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ചില വൻകാര്യങ്ങൾ നേടാൻ ഉപവസിക്കുന്നു. അല്ലെങ്കിൽ ചില പ്രവചനം വരിക, നിന്റെ കുടുംബത്തിൽ ചില മറ്റേ യോന പട്ടണത്തിൽ പോയി നിന്റെ നാട്ടിലെ വലിയ പ്രശ്നം, നിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അപ്പോൾ അതിൻ്റെ പേരിൽ ഉപവസിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്നും ഇപ്പോഴും ഈ ക്രിസ്തുവിലായ പുതുക്കപ്പെട്ടവരെന്ന് പറയുന്നവർ, പുതിയവരെന്ന് പറയുന്നവർ ഇപ്പോഴും എവിടെ പോയിരിക്കുന്നത്? പഴയ തുരുത്തിയില്ല. പറയാൻ മനസ്സിലായി? പഴയ സിസ്റ്റം തന്നെയാണ് ഇവരെ ഉപവസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇനി നമ്മൾ പുതുതായിട്ടൊന്നും പ്രാപിക്കാനില്ല. മോശ പോയി പ്രാപിച്ച പോലെ നമുക്കൊന്നും പ്രാപിക്കാനില്ല. നമുക്ക് കിട്ടേണ്ടത് മുഴുവൻ യേശുക്രിസ്തു തന്നു കഴിഞ്ഞു. ഇനി പുതുതായിട്ടൊന്നും ഇല്ല. അപ്പൊ അവിടെ ഒരു മർമ്മം ഞാനിപ്പോ മനസ്സിലാക്കുന്നത് അതാണ്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുകയില്ലല്ലോ. പറഞ്ഞപ്പോഴാണ് എനിക്കത് ഒന്നുകൂടെ ഒന്ന്. ശിഷ്യന്മാരെ നോക്കി, ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടക്കുക. ശിഷ്യന്മാരോട് കർത്താവ് പറയാം, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരം നടത്തി കഴിഞ്ഞു, ഇനി നിങ്ങൾക്കൊരു ശാപവും ഫലിക്കുന്നില്ല, ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗവുമില്ല. അന്ന് നിനിവേ പട്ടണത്തിനകത്ത് ദൈവത്തിന്റെ കോപം വരുമ്പോൾ അവർ പെട്ടെന്ന് രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു കോപം വന്നാൽ രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കലെല്ലാം മറിച്ച് ഏറ്റുപറച്ചില്ല, മാനസാന്തരപ്പെടല. നമ്മൾ നമ്മുടെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കാതെ ഏറ്റുപറയുക, കരുണ ലഭിക്കുക. ഇനി ഉപവസിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി മുമ്പേ എന്നോട് നീ ചോദിച്ചൊരു കാര്യമുണ്ട്, പിന്നെന്തുവാ ഈ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ല ജാതി പോകത്തില്ലെന്ന് പറയുന്ന രംഗവേദാന്നറിയാവോ? അവിടെ ഒരാളിന്റെ ബോധം ഇറക്കാനായിട്ട് കൊണ്ടു നിർത്തുന്നു. ഇവർ നോക്കിയിട്ട് പറ്റിയില്ല. പറ്റാതെ വന്നപ്പോഴേ യേശു കർത്താവ് വരുന്നത്. അപ്പോൾ ഈ കൊച്ചൻ്റെ അപ്പം വന്ന് ചോദിക്കാം, നിന്റെ ഈ ഈ സന്നിവാദം വന്നൊരു കൊച്ചിനെ കൊണ്ട് ഉപവാസം ഇറക്കാനുണ്ട്, നിന്റെ ശിഷ്യന്മാർ വിചാരിച്ചിട്ട് നടന്നില്ല. അപ്പോൾ യേശു അവനെ വിളിച്ചു ശാസിക്കുന്നു, ഇവൻ സുഖപ്പെടുന്നു. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര നാണക്കേടായി, കാരണം ഇവരെ കൊണ്ട് പറ്റില്ലല്ലോ. ഇവർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുക, ഞങ്ങളെ കൊണ്ട് എന്താ പറ്റാഞ്ഞ്? അപ്പം കർത്താവരോട് പറയടാ കുഞ്ഞേ, ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ അതിന് മുമ്പ് ഒരു വാക്കുണ്ട്, അത് പലരും പറയുന്നില്ല. അതിന് മുമ്പ് അറിയാവോ? നിങ്ങൾക്ക് അല്പമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ, കടുകുമണിയോളമെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും. മലയുടെ എന്നിട്ടാണ് പറയുന്നത് ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ വ്യാധി പോകുന്നില്ല. അപ്പം അവരുടെ ആ ഭൂതം ഇവർ പറഞ്ഞിട്ട് പോകാതിരുന്നതിൻ്റെ കാരണം എന്താണ്? കടുകുമണിയോളം വിശ്വാസം. അപ്പം അവരുടെ വ്യാധി ഏതാണ്? വിശ്വാസമില്ലായ്മ. ഈ വിശ്വാസമില്ലായ്മ മാറണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഭൂതത്തെ ഇറക്കാനല്ല ഉപവസിക്കാൻ പറഞ്ഞത്. അത് ശരി. കിട്ടിയോ? ഇപ്പം ഞാൻ പറയാം, ഈ പിന്നീട് അപ്പസ്തോലന്മാർ വളരെ ഭൂതത്തെ ഇറക്കിയിട്ടുണ്ട്. കർത്താവ് അവിടെ ആരും ഒരു ഉപവസിക്കാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ ഭൂതത്തെ ഇറക്കുന്നതിന് ഉപവാസം എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പറയാൻ മനസ്സിലായി? അപ്പം
അവിടെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം പതിയെ പതിയെ മങ്ങും. ആ മങ്ങുന്ന സമയത്ത് വിശ്വാസം അവിടെയാണ് മണവാളം. വിശ്വാസത്താലാണ് ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നത്. മണവാളം കൂടെ ഉള്ളപ്പോൾ ഉപവസിക്കേണ്ട കാര്യമില്ല. അപ്പം വിശ്വാസത്തിൽ നീ നിൽക്കുകയാണെങ്കിൽ കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. നിന്റെ ഉള്ളിൽ എപ്പോൾ സംശയം കയറുന്നു അപ്പൊ കർത്താവ് നിന്റെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കർത്താവ് നീ അകന്നു പോവാ. അപ്പം നീ മണവാളനുമായിട്ട് എപ്പോൾ അകലുന്നു എന്ന് നിനക്ക് ബോധ്യം വരുന്ന അപ്പോഴൊക്കെ നീ എന്ത് ചെയ്യണം? ഉപവസിക്കുക. ഇനി ഉപവാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ, ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപവസിക്കുക, ദൈവത്തോട് ചേർന്ന് വസിക്കുക. അപ്പം എല്ലാ ബാഹ്യ ചിന്തകളും വിട്ടിട്ട് കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. അത് ഈ പട്ടിണി ഇരിക്കലല്ല. നമ്മളെ പട്ടിണി ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ശരീരം ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ആനന്ദിക്കുന്നവർ നമ്മുടെ ഏതെങ്കിലും തന്തമാർ ഇത് ചെയ്യുമോ? നമുക്ക് നമ്മുടെ പപ്പ എപ്പോഴും നമ്മളെ പട്ടിണി കിട്ടില്ല. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് കിടന്നാലും തല്ലി തിരിച്ചിട്ട് നമ്മൾ വിശന്നിരിക്കുന്നത് കണ്ട് ആസ്വദിക്കുന്നവരൊന്നും അല്ല. നമ്മുടെ അപ്പനും അമ്മയും ഇത്രയാണെങ്കിൽ സ്വർഗത്തിൽ നമ്മുടെ അപ്പനും ഒരിക്കലും ആസ്വദിക്കുക. അപ്പം വിഷയം ഇത്രയേ ഉള്ളൂ. നീ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ സകലതയോട്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ പറയാം, കർത്താവായ യേശു ക്രിസ്തു 40 ദിവസം അവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ, ആത്മാവാനെ മരിപ്പൂരിന് എഴുതി. ശരിക്കും പറഞ്ഞാൽ കർത്താവ് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടൊന്നും പോകുന്നല്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ അങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന സമയത്തൊന്നും ഇവന് വിശന്നില്ലെന്നാണ് പറഞ്ഞു. അപ്പോൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുക എന്നല്ല, കർത്താവിനോട് ചേർന്നിരിക്കുക. ആ സമയത്ത് വിശപ്പുണ്ടാകത്തില്ല. 40ാമത്തെ ദിവസം അവന് വിശന്നു. അപ്പോഴാണ് സാത്താനെടുത്ത് പരീക്ഷ കേട്ടത്. ആ 40 ദിവസം ഉപവസിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവസന്നിധി ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ വിശപ്പും ദാഹവും മാറും. അത് ചിലപ്പോൾ 1 ദിവസമാകാം, 2 ദിവസമാകാം, 3 ദിവസമാകാം. നമ്മൾ മുൻകൂട്ടി ഡിക്ലെയർ ചെയ്തല്ല ഇരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ നിങ്ങൾ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് നിങ്ങളുടെ മുഖം, ഈ കാനവച്ചൻ ഒരിക്കൽ പറയുന്നത്, കാനവച്ചനെ അറിയില്ല, കാനവച്ചൻ ഒരിക്കലും പറഞ്ഞു, പണ്ട് ഈ വാക്യത്തിൻ്റെ ഒരു അർത്ഥം പറഞ്ഞതാണ്. പണ്ട് കാലത്തെ കുട്ടി മൊബൈലൊന്നും ഇല്ലല്ലോ, പ്രിന്റിംഗ് ടെക്നോളജി ഒന്നുമില്ല, പ്രൈവറ്റ് ബസ്സൊന്നുമില്ല. അതായത് നമ്മളൊരു ഉപവാസം പറഞ്ഞിട്ട് ഒരു വലിയ ബാനറൊക്കെ കെട്ടി പ്രൈവറ്റ് ബസ്സിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് 21 ദിവസം ഉപവാസം എന്നും പറഞ്ഞ് ഇപ്പോഴാണ് പ്രൈവറ്റ് ബസ്സിൻ്റെ മണ്ടയ്ക്ക് കെട്ടി നമുക്ക് പബ്ലിക്കിനെ അറിയിക്കാം. ഇപ്പം മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മൊബൈലിലൂടെ അറിയിക്കാം, പോസ്റ്റർ ഒട്ടിച്ച് എല്ലായിടത്തും അറിയിക്കാം. നമ്മൾ ഉപവസിക്കാൻ പോകും, നാട്ടുകാരെ മുഴുവൻ അറിയിക്കാം. അന്ന് ഈ സംവിധാനമൊന്നുമില്ല. അപ്പം ഇവര് 10 വരെ അറിയിക്കാൻ എന്നാ ചെയ്യുന്നതെന്നറിയോ? ഇവരങ്ങ് മുഖം അങ്ങ് വാടിക്കും, ഇങ്ങനെ വാടി ക്ഷീണിച്ച് നടക്കും. അപ്പോൾ കാണുന്നവൻ ചോദിക്കണം, എന്തോ പറ്റിയാച്ചാ, മുഖം കണ്ടവാലം വാടിയിരിക്കുന്നില്ല, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചില്ല, എന്തോ പറ്റിയാച്ചാ? അയ്യോ അറിഞ്ഞില്ലയോ, ഞങ്ങൾ ഉപവാസം ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഉപവാസം ഇരിക്കുകയാണെന്ന് അവരെ കേൾപ്പിക്കാൻ വേണ്ടി മുഖം വാടിക്കുന്ന ഒരു പരിപാടി. ഈ ടെക്നിക്ക് നമ്മൾ ഇതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഉപവസിച്ചില്ലെങ്കിലും 21 ദിവസം ഉപവാസം പരസ്യം കൊടുക്കും. ഇതിനകത്ത് ആരാ ഉപവസിക്കുന്നത് എനിക്ക് ആരുമില്ല. ഇനി അഥവാ വല്ലൊരു ഇരുന്നാൽ വല്ല 1-2 ദിവസം അല്ലെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വല്ല അല്ല ഉപവാസമില്ല. ഇവരാരും കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നുമില്ല. ഇത് കാണുന്ന ഒന്നും ഉപവാസമല്ല. ദൈവത്തിൽ നിന്ന് ചിലത് പിടിച്ചു മേടിക്കാനായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ജാതീയ കൺസെപ്റ്റാണ്. നമ്മുടെ കർത്താവിന് തരാൻ മനസ്സില്ല, പക്ഷേ പിടിച്ചു വെച്ച് ഉപവസിച്ച് നേടിയെടുക്കും. നമ്മൾ ജയമെടുക്കുന്നു. കർത്താവ് അവസാനം നിവൃത്തിയില്ലാതെ നാളെ കർത്താവിന് മാനക്കേട് വരാതിരിക്കാൻ തരുന്നു, കർത്താവിനെ തോപ്പിക്കാന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ ആത്മീയ മാർഗത്തെ വികൃതമാക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക ഇവർ. അതുകൊണ്ടാണ് ഇവർ ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 40 ദിവസം കൊണ്ട് ഞാൻ അത് നേടി ഇത് നേടി പ്രവചിച്ചു മറ്റേത് മറിച്ചെന്നൊക്കെ പറയും. കർത്താവ് നിങ്ങളെ അറിഞ്ഞിട്ട് പോലും കർത്താവ് ഇങ്ങനെയുള്ളടത്ത് വരാറുമില്ല, ഇവരോട്ട് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ അങ്ങിരിക്കുക. ഈ സമയങ്ങളിൽ ഇതൊന്ന്. രണ്ടാമത് കർത്താവിന് ഏറ്റവും പ്രസാദമായ കാര്യം എന്ന് പറഞ്ഞാൽ വിശക്കുന്നുണ്ട് നിൻ്റെ ആഹാരം പങ്കിട്ട് കൊടുക്കുന്നത്. ഈ പിന്നെ ഭക്തിയുടെ വിഷയത്തിലും പുതിയ നിയമത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിൽ നിർമ്മലമായ ഭക്തി എന്ന് പറഞ്ഞാൽ അനാഥരെയും വിധവരെയും സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ. ഉപവാസം എന്ന് പറയുന്ന ഈ കാര്യം നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും? ഇവരൊക്കെ ഉപവസിച്ച് പലരുടെയും ധാരണ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുമ്പം ദൈവം അങ്ങ് പ്രസാദിച്ചിട്ട് അനുഗ്രഹിക്കുന്നുള്ള ധാരണയിലൊക്കെയാണ് പോകുന്നത്. എന്തെങ്കിലും അങ്ങനെ കേട്ട് നമ്മുടെ മനസ്സിലാക്കി കയറി അങ്ങ് ഉറച്ചു. എന്തെങ്കിലും ആട്ടെ, നമുക്കിപ്പം എല്ലാവരും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദൈവം തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലേ കാര്യങ്ങൾക്ക് ഒരു വ്യക്തതയൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ ആ വിഷയത്തിലൊരു ക്ലാരിറ്റി ആയി. നമ്മളെ ഉപവാസാലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകുന്നില്ലെന്ന് കർത്താവ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ അത് മനസ്സിലായി. ഓക്കെ എന്നാ ദൈവസന്നിധിയിൽ അതെ, ഓക്കെ, സന്തോഷം.